വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിങ്ങളെല്ലാവരും ഭാഗവതം പഠിക്കാൻ തുടങ്ങി എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഭാഗവതം നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ നിങ്ങളെല്ലാം നാട്ടിലുള്ളവരാണ്. ഭാഗവതത്തെ കുറിച്ച് നമ്മളെക്കാളും നമുക്ക് ഒരറിവില്ല, നല്ല അറിവ് കാണും. നാട്ടിൽ ഒത്തിരി ഒത്തിരി സപ്താഹങ്ങളും അതും ഇതൊക്കെ വലിയ വലിയ പുരോഹിതന്മാരൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ആചാര്യന്മാരൊക്കെ വന്നിട്ട് നല്ല നല്ല പ്രഭാഷണങ്ങൾ നടത്തുന്ന സ്ഥലമാണ് കേരളം. അപ്പൊ അതൊക്കെ കേൾക്കുന്നവരായിരിക്കും നിങ്ങളൊക്കെ. അന്നേരം ഒത്തിരി ഒത്തിരി അറിവ് നിങ്ങൾക്ക് കാണും. ഭാഗവതം നമ്മളെ ഭക്തിയില് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, പ്രഭു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? നന്നായിട്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെ പറയാം. കേൾക്കുന്നുണ്ട്. ഭക്തിയില് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി ഒത്തിരി നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ശരീരമാണ്. അത് നേരത്തെ നേരത്തെ ക്ലാസ് എടുത്ത ആചാര്യന്മാര്, നമ്മുടെ രവി ഗൗരംഗ പ്രഭുജിയും ഒക്കെ അത് നന്നായിട്ട് പറഞ്ഞു തന്ന് കാണും ഭാഗവതം എന്താണെന്നുള്ളത്. ഇപ്പോൾ ജയേഷ് പ്രഭു എന്നോട് എടുക്കാൻ പറഞ്ഞത് ഒന്നാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ, 8-ാമത്തെ, 9-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ മൂന്നും കൂടെ എടുക്കാനായിട്ടുള്ള ഒരു അറിവൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പ്രഭുവിനോട് പറഞ്ഞു, പ്രഭു ഒരെണ്ണം എടുക്കാം. കാരണം മൂന്നും കൂടെ എടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി, നമുക്ക് ഈ 40 മിനിറ്റിനുള്ളിൽ അത് നിർത്താൻ പറ്റില്ല. അപ്പോ അതുകൊണ്ടിട്ട് ഒന്നാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. പുസ്തകമൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? ഒരു ജ്ഞാനബി മാതാജിയുടെ പുസ്തകം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പുസ്തകം തുറന്നു വെക്കുന്നേ കണ്ടു. അപ്പോൾ പുസ്തകം ഉള്ളവര് അത് നോക്കുക, ഇല്ലാത്തവര് പറയുന്ന കേൾക്കുക. ശ്ലോകം: വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജ്ഞാനയതി ആസു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജ്ഞാനയതി ആസു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജ്ഞാനായതി ആസു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. ഇതാണ് ശ്ലോകം. അതിന്റെ ഓരോ വാക്കിന്റെ മീനിങ്, വേർഡ് ബൈ വേർഡ് മീനിങ് നമ്മുടെ സ്ഥാപകാചാര്യനായിട്ട് ആയ ശ്രീല പ്രഭുപാദ് ആണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്ന, ഈ ഭാഗവതം എഴുതിയിരിക്കുന്നത്. ഭാഗവതം നമുക്ക് തന്നിരിക്കുന്നത് സുഖദേവ് ഗോസ്വാമിയാണ്. ഭഗവാനാണ് തന്നിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നിട്ട് ഇങ്ങനെ പരമ്പര വഴി വന്നിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ അത് ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ സ്ഥാപകാചാര്യൻ അത് ശരിയായിട്ടുള്ള രീതിയിൽ അതിന്റെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് നമുക്ക് ഈ 12 സ്കന്ധങ്ങളായിട്ട് നമുക്കത് തന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സ്കന്ധമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ വേർഡ് ബൈ വേർഡ് മീനിങ്, ഓരോ വാക്കിന്റെ, ഇപ്പൊ സംസ്കൃത ശ്ലോകമാണ് വായിച്ചത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസുദേവ കൃഷ്ണന്, ഭഗവതി പരമ പുരുഷോത്തമ പുരുഷന്, ഭക്തിയോടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തിയുത സേവന സമ്പർക്കത്താൽ പ്രായോഗികമാക്കി തീർക്കുന്നു. ജനയതി ഉണ്ടാകുന്നു, ആശു തൽക്ഷണം, വൈരാഗ്യം, ജ്ഞാനം ച യദ്യ ആത്
അഹൈതുകം അകാരണം. പിന്നെ വിവർത്തനവും ശ്രീല പ്രഭുപാദാണ് എഴുതിയിരിക്കുന്നത്. പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ഭക്തിയുത സേവനങ്ങൾ അർപ്പിക്കുന്ന ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ അഹൈതുക ജ്ഞാനവും വൈരാഗ്യവും തൽക്ഷണം ഒരാൾ ആർജിക്കുന്നു. ഇതാണ് അതിന്റെ നമ്മൾ വായിച്ച ആ ശ്ലോകത്തിന്റെ മലയാളം തർജ്ജിമ. ഇനി ഇതിന്റെ ഭാവാർത്ഥം. ഈ ഭാവാർത്ഥം നമ്മൾ അത് വായിക്കുമല്ലോ ഇല്ലേ പ്രഭുജി? മൊത്തം വായിക്കുമല്ലോ, അങ്ങനെയാണ് നിയമം, അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് വായിക്കാം, നേരം വേറെ ജ്ഞാനാംബി മാതാജിയും നേരം നിങ്ങളോടൊന്ന് എൻഗേജ്ഡ് ആകുമല്ലോ. പ്രഭുജിയും കൂടെ വായിക്കാം. ഞാൻ തുടക്കം ഇടാം. ഭാവാർത്ഥം. വൈ ശ്രീല പ്രഭുപാദ്, ജയ ശ്രീല പ്രഭുപാദ്. പരമ പുരുഷനായ ശ്രീകൃഷ്ണനോട് ഉള്ള ഭക്തിയുത സേവനത്തെ ഒരുതരം ഭൗതിക വികാരം മാത്രമായി കരുതുന്നവർ സന്യാസവും തപശ്ചര്യവും വൈരാഗ്യവും പരോപകാരവും ദാനവും യോഗശക്തികളും യജ്ഞവും വിജ്ഞാനവും അതുപോലെ അതീന്ദ്രിയ സാക്ഷാത്കാരത്തിനുതകുന്ന മറ്റ് പ്രവർത്തന പദ്ധതികളും ധർമ്മശാസ്ത്രങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്നുവെന്ന് വാദിച്ചേക്കാം. അവരുടെ മതമനുസരിച്ച് ഭക്തി അഥവാ ഭക്തിയുടെ സേവനം ഉന്നതമായ പ്രവർത്തന പദ്ധതികൾ നിർവഹിക്കാൻ കഴിവില്ലാത്തവരെ ഉദ്ദേശിച്ചുള്ളതാണ്. ശൂദ്രർ, വൈശ്യർ, അല്പജ്ഞാനികളായ സ്ത്രീവർഗം എന്നിവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഭക്തിനിഷ്ഠയെന്ന് സാധാരണ അഭിപ്രായപ്പെടുന്നുവെങ്കിലും യഥാർത്ഥ വസ്തുത അതല്ല. സർവ അതീന്ദ്രിയ പ്രവർത്തനങ്ങളെക്കാളും പരമോന്നതമാകയാൽ ഒരേ സമയം ഉദാത്തവും ലഘുവുമാണ് ഭക്തിനിഷ്ഠ. പരമപുരുഷനുമായി നിരന്തര സമ്പർക്കം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ശുദ്ധഭക്തർക്ക് ഇത് ഉദാത്തവും ഭക്തിഭവനത്തിൽ ആദ്യമായി കാലെടുത്ത് വെക്കുന്ന നവഭക്തർക്ക് ഇത് സരളവുമാകുന്നു. പരമദിവ്യോത്തമ പുരുഷനുമായിട്ടുള്ള സംസാർഗാർജനം മഹത് ശാസ്ത്രമാകുന്നു. മാത്രവുമല്ല ശൂദ്രർ, വൈശ്യർ, സ്ത്രീകൾ, ശൂദ്രരേക്കാൾ നീചകുലജാതർ എന്നിവരുൾപ്പെടെ സമസ്ത ജീവാത്മാക്കൾക്കും ഈ മഹത് ഗ്രന്ഥ ശാസ്ത്രം നൽകിയിരിക്കുന്നു എന്നിരിക്കെ ശ്രേഷ്ഠ കുലജാതകരായ ബ്രാഹ്മണരുടെയും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച മഹാരാജാക്കന്മാരുടെയും കാര്യം സവിശേഷമായി പ്രസ്താവിക്കേണ്ടതായിട്ടുള്ളൂ. ത്യാഗം, ദാനം, തപശ്ചര്യ തുടങ്ങിയ എല്ലാ ഉന്നത പ്രവർത്തന പദ്ധതികളും പരിശുദ്ധവും ശാസ്ത്രീയവുമായ ഭക്തിനിഷ്ഠയുടെ അനുസിദ്ധാന്ത ഘടകങ്ങളാണ്. അടുത്തുള്ള പാരഗ്രാഫ് മാതാജി, ജ്ഞാനാംബി മാതാജി വായിക്കൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് മാതാജി മ്യൂട്ടിലാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. അതീന്ദ്രിയ സാക്ഷാത്കാര മാർഗത്തിലുള്ള ഇത് പ്രമുഖ ഘടകങ്ങളാണ്. ജ്ഞാന വൈരാഗ്യ തത്വങ്ങൾ തികഞ്ഞ ആത്മീയ പ്രവർത്തനങ്ങൾ ഭൗതികവും ആത്മീയവുമായ സർവ്വതിനെയും സംബന്ധിച്ച് പരിപൂർണമായ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. മാത്രവുമല്ല അത്തരം സമഗ്ര ജ്ഞാനത്തിന്റെ അനന്തരഫലമായി ഒരാൾ ഭൗതിക കൃത്രിമത്വത്തിൽ നിന്നും നിർമുക്തമായി തീരുകയും ആത്മീയ പ്രവർത്തനങ്ങളിൽ അഭിനിവേശമുള്ളവനായി തീരുകയും ചെയ്യുന്നു. അല്പജ്ഞാനികൾ കരുതും പോലെ ഭൗതിക വസ്തുക്കളിൽ നിന്നും നിർമുക്തനാകുക എന്നാൽ നിഷ്ക്രിയനാകുക എന്നർത്ഥമില്ല. നൈഷ്കർമ്മ്യ അർത്ഥമാകുന്നത് നല്ലതും ചീത്തയുമായ ഫലങ്ങൾ ഉളവാക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നാണ്. നിഷേധിക്കൽ എന്നാൽ നിയതമായവയെ തിരസ്കരിക്കുക എന്നർത്ഥമില്ല. അനാവശ്യമായവയെ തിരസ്കരിക്കുക എന്നതിന് ആവശ്യമായതിനെ തിരസ്കരിക്കുക എന്നർത്ഥവുമില്ല. അതുപോലെ ഭൗതിക രൂപ നിസ്സംഗത നിയത രൂപ ശൂന്യത എന്ന് അർത്ഥമാകുന്നില്ല. ഭക്തിനിഷ്ഠ പരമരൂപ സാക്ഷാത്കാരത്തെ വിവക്ഷിക്കുന്നു. പരമരൂപം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ നിഷേധക രൂപങ്ങൾ താനെ ഇല്ലാതാവുന്നു. ആകയാൽ
ഭക്തിനിഷ്ഠ വികാസം പ്രാപിക്കുന്നതിനോടൊപ്പം പരമ ആ, പരമസ്വരൂപന് പരമസേവന നിർവഹണത്തിലൂടെ ഒരുവൻ സ്വാഭാവികമായി അപ്രധാന കാര്യങ്ങളിൽ നിസ്സംഗതമായി അതിമൂല്യമുള്ള ശ്രേഷ്ഠ കാര്യങ്ങളിൽ അഭിനിവേശമുള്ളവനായി തീരുന്നു. അവണ്ണം ജീവാത്മാക്കളുടെ പരമധർമ്മമായ ഭക്തിനിഷ്ഠ ഭൗതിക ഇന്ദ്രിയാസ്വാദനങ്ങളിൽ നിന്നും അവനെ സ്വതന്ത്രനാക്കുന്നു. ഒരു ശുദ്ധ ഭക്തന്റെ ലക്ഷണമാണത്. അവൻ ഒരു വിഡ്ഢിയല്ല. അധമ കർമ്മോദ്യോഗങ്ങളിൽ അവൻ നിരതനാകുന്നുമില്ല. ഭൗതിക മൂല്യങ്ങളും അവനില്ല. ശുഷ്കമായ യുക്തിവാദത്താൽ ഇത് സാധ്യമല്ല. വാസ്തവത്തിൽ സർവശക്തന്റെ കൃപയാൽ മാത്രമേ അത് സംഭവ്യമാകുന്നുള്ളൂ. ചുരുക്കത്തിൽ ജ്ഞാനം, നിർമുക്തത തുടങ്ങി മറ്റെല്ലാ ഗുണങ്ങളും ഒരു ശുദ്ധഭക്തന് ഉണ്ടായിരിക്കും. എന്നാൽ ജ്ഞാനം അഥവാ നിസ്സംഗത മാത്രമുള്ള ഒരാൾ ഭക്തിനിഷ്ഠ തത്വങ്ങളിൽ നല്ല പരിചയമുള്ളവനാകണമെന്നില്ല. മനുഷ്യന്റെ പരമമായ ധർമ്മം ഭക്തിയാകുന്നു. ഹരേ കൃഷ്ണ. റോജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ അത് കുറച്ച് കട്ടിയാണ് ഈ മലയാളം. ഈ ഭാഗവതത്തിന്റെ അത് ഒറിജിനൽ ആകുമ്പോ അങ്ങനെയാണ് മാതാജി. അത് കുറച്ച് ബുദ്ധിമുട്ടാണത്. പക്ഷെ നമ്മളിത് വായിക്കുമ്പോഴത്തേക്ക് ശ്രീരഞ്ജനി മാതാജി ഹരേ കൃഷ്ണ, പത്മ മാതാജി ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നും, ഇല്ലേ? ഇപ്പൊ നമ്മൾ ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ ഇതെന്താണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ ലളിതമാണ്. അർത്ഥം മനസ്സിലായിട്ടുണ്ട്. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ച് സംസാരിക്കുന്നത്. സംസാരിക്കുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ളത്, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് കുളിച്ച് നല്ലൊരു നേരിയതും ഒക്കെ ഉടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ജുബയൊക്കെ ഇട്ടു, ഒരു കുറിയൊക്കെ തൊട്ടു, ക്ഷേത്രത്തിലൊക്കെ പോയി, ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ, പൂജയൊക്കെ ചെയ്യിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇതിനാണ് ഭക്തി എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അത് ഭക്തി അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കടലിനെ എടുക്കുക, കടലിനെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ കടൽ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഇല്ലേ? സാഗരം. ആ കടലിന് ആഴം അളക്കാൻ പറ്റത്തില്ല, ആഴം എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചിന്തിക്കുക. ആഴം എത്രയാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു കടല്, അതുപോലെ തന്നെ കരയില്ലാത്ത കടല്. മനസ്സിലായില്ലേ? നമ്മളിപ്പം കാണുന്ന കടലിന് കരയുണ്ട്, ആഴവും നമുക്ക് നിർണയിക്കാൻ പറ്റും, അല്ലേ? ഈ കരകളില്ലാതെ ആഴവും നിർണയിക്കാൻ പറ്റാത്ത ഒരു കടലാണ് ഭക്തി. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കാം, എത്രയും വലുതാണിത്. നമുക്ക് നമ്മുടെ ചിന്തയിൽ ഒക്കെ കോടാനി എന്താ പറയുന്നേ, ആ ചിന്തകൾക്ക് അത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ മാത്രം ചിന്തകളുടെ മുകളിലുള്ള കാര്യമാണ് ഭക്തി. അതിന്റെ ഒരു ചെറിയ കണികയാണ് നമ്മള് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ അപ്പോൾ മാതാജിമാർക്കൊക്കെ തോന്നും, അയ്യോ ഇത്രയും പഠിച്ചാൽ മതിയോ? നമ്മുടെ ഈ കലിയുഗത്തിലെ മാക്സിമം ഒരു 100 വയസ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കലിയുഗത്തിലെ ഇതൊന്നും പഠിച്ച് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. അതിന് നമ്മുടെ ആചാര്യന്മാര്, ഭഗവാൻ തന്നെ നമുക്ക് ലളിതമായിട്ടുള്ള പ്രക്രിയ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് കൂടുതലും ഈ നമ്മുടെ സ്ഥാപകാചാര്യനായ ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും, നമ്മൾ ഈ ഭക്തി എന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ല ഭക്തി. ഞാനിപ്പോ അതിനൊരു ഉദാഹരണവും പറഞ്ഞു. അതിന്റെ ഒരു ചെറിയ കണിക, ആ കടലിൽ പോയിട്ട് ഒരു ചെറിയ തുള്ളി വെള്ളം എടുത്തിട്ട് നമ്മളത് ടേസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ളു ഇപ്പം പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. മനസ്സിലായി? പക്ഷെ അത് ഓർത്തിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. അയ്യോ ഇത് പഠിച്ചിട്ട് എനിക്ക് അതെന്തോ പ്രയോജനമെന്ന് ചിന്തിക്കരുത്. അത് മതി.
നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ അത് മാത്രം മതി. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. ആ ഒരു തുള്ളി മതി. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞത് നമ്മളിപ്പം വായിച്ചു. പരമ ദിവ്യോത്തമ പുരുഷൻ ആയ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ അഹേതുക ജ്ഞാനവും വൈരാഗ്യവും തൽക്ഷണം ഒരാൾ ആർജിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എന്തായാലും ഞാൻ അതിന് സംസാരിക്കുന്നതിന് മുമ്പേ മംഗളാചരണം ചെല്ലട്ടെ. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപ്യം യേന പൂരിതേ സ്വയം രൂപ കഥാമിഹം ദദാതി സുഖദാംബികം. വന്ദേഹം ശ്രീഗുരു ശ്രീന്ദപദകമലം ശ്രീഗുരും വൈഷ്ണവ രാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാൻ ശ്രീ വിശാഖാന്യതാംശ. ഹരേ കൃഷ്ണ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഈ ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്ന മഹാസാഗരത്തില് കാല് വെച്ചിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലെ? എല്ലാവരും നാമജപം ചെയ്യുന്നത്. ഈ നാമജപം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഈ കടലിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. അതിന്റെ ഒരു ഫലമായിട്ടാണ് നിങ്ങൾ ഈ ഭാഗവതം കേൾക്കാനും ഭാഗവതം പഠിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ കൊണ്ട് തന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല. ഞാൻ ഇവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. നാളെ ചിലപ്പോൾ നിങ്ങളൊരാൾ പറയും, ഞാൻ കേൾക്കും. ഇത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈ കഴിഞ്ഞ അധ്യായത്തില്, ഒന്നാമത്തെ അധ്യായത്തില് വളരെ പ്രശസ്തമായിട്ടുള്ള ഭാഗവതത്തെ പ്രകീർത്തിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ഒത്തിരി ശ്ലോകങ്ങളുണ്ട്. ഒത്തിരി നമ്മുടെ പുരാണങ്ങളിലും ഒക്കെ ഭാഗവതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് നിഗമ കൽപ്പതരോർ ഗളിതം ഫലം ശുഗ മുഖാദമൃത ദ്രവ സംയുതം വിപദ ഭാഗവതം രസമാലയം മുഹോരഹോ രസിക ഭുവി ഭാവുക. ഭാഗവതത്തെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഭാഗവതത്തെ കുറിച്ച് എന്തെങ്കിലും പ്രകീർത്തിക്കണമെന്നാണ് അതിന്റെ ഒരു ശാസ്ത്രം. ഇപ്പം നമ്മള് ചെറിയ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാമ്പഴം, പഴുത്ത മാമ്പഴം, മാവിൽ നിന്ന് പഴുത്ത മാമ്പഴം, നമ്മുടെ ഇപ്പോഴത്തെ കടയിലൊക്കെ കിട്ടുന്ന മാമ്പഴമല്ല, മാവിൽ നിന്ന് പഴുത്ത മാമ്പഴം, അത് ഒരു തത്ത കൊത്തി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടുതലാണ്, ഇല്ലേ? പണ്ടൊക്കെ നമുക്കത് കിട്ടുമായിരുന്നു, അല്ലെ? ടേസ്റ്റ് നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് അത് കിട്ടുമായിരുന്നു. കൊത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടുതലാണ്. അങ്ങനത്തെ ഒരു മാമ്പഴമാണ്. എന്ന് വെച്ചാൽ എല്ലാ വേദങ്ങളുടെയും എല്ലാത്തിന്റെയും അതൊരു ഒരു 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 മരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ മരത്തിന്റെ പക്വമായിട്ടുള്ള ഒരു ഫലമാണ് ശ്രീമദ് ഭാഗവതം എന്നാണ് പറയുന്നത്. ആ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു തത്ത കൊത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടും. അങ്ങനത്തെ ഒരു ഫലമായിട്ടാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ശ്ലോകമാണ്, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. എന്തായാലും തൽക്കാലം ഞാൻ നിങ്ങൾക്ക് ഭാഗവതത്തിന്റെ പ്രാധാന്യം അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം, ഒന്ന് അത് പറയുന്നതേ ഉള്ളൂ. ഇന്നത്തെ ശ്ലോകത്തില് കൂടി നമുക്ക് ഭക്തിയോഗ എന്നുള്ള യോഗ സിസ്റ്റമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിന്റെ മഹത്വം നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. മഹത്വം വ്യക്തമാക്കാനായിട്ട് അനേക ശ്ലോകങ്ങളുണ്ട്. ഇന്നത്തെ ശ്ലോകത്തിലും അത് തന്നെയാണ് പ്രതിപാദിക്കുന്നത്. നാം ശുദ്ധമായ ഭക്തിയോടെ ഭഗവാനെ സേവിക്കുമ്പോൾ അത് സ്വാഭാവികമായി നമ്മളിൽ വൈരാഗ്യവും ജ്ഞാനവും ജനിപ്പിക്കുന്നു. ഈ വൈരാഗ്യം, നിങ്ങൾക്കെല്ലാം ഭഗവത്ഗീതയൊക്കെ പഠിച്ചവരാണ്, ഭാഗവതം പഠിച്ചവരാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഭൗതിക ലോകത്താണ് താമസിക്കുന്നത്. നമുക്ക് ഒത്തിരി ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്വർണ്ണമുണ്ട്, വീടുണ്ട്, കാറുണ്ട്,
പൈസയുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ. ഇപ്പൊ ആൾക്കാർക്കെല്ലാം അതിനോടാണ് താല്പര്യം. എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കണം, ഇല്ലെ, സ്വത്തുണ്ടാക്കണം. ഇതിനോടുള്ള വിരക്തി. ഉം. പിന്നെ അറിവ്. അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള അറിവിനെ കുറിച്ചുള്ള പറയുന്നത്, ആത്മീയമായിട്ടുള്ള അറിവ്. എന്താണ് ഈ ആത്മീയമായിട്ടുള്ള അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരാണ്? ഞാൻ അബി മാതാജിയോടോ ശ്രീരഞ്ജിത്തിന് മാതാജിയോടോ പ്രഭാകരൻ പ്രഭുവിനോടൊക്കെ ചോദിക്കുക, ആരാണ് നിങ്ങളെന്ന് ചോദിച്ചാൽ, എന്തിന് നിങ്ങൾ ഇവിടെ ജനിച്ചു, എങ്ങോട്ട് നിങ്ങൾ പോകുന്നു, എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നു, എന്തുകൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെല്ലാം ബുദ്ധിമുട്ടുന്നു, എവിടെ നിന്നാണ് നമ്മൾ വന്നത്, എന്തുകൊണ്ട് നമ്മൾ ഒരു പ്രത്യേക കുടുംബക്കാരുടെ വീട്ടിൽ ജനിച്ചു, എന്തുകൊണ്ട് നമ്മൾ ഒരു പ്രത്യേക ഭർത്താവിന്റെ ഭാര്യയായി, എന്തുകൊണ്ട് നമ്മൾ ഒരു പ്രത്യേക ഭാര്യയുടെ ഭർത്താവായി, എന്തുകൊണ്ട് നമുക്ക് ചില ചില സ്കൂളുകളിൽ പഠിക്കാൻ പറ്റി, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാം, എന്തുകൊണ്ട് നമുക്ക് ഇത്രയും പഠിക്കാൻ പറ്റി, എന്തുകൊണ്ട് നമുക്ക് ഇത്രയും പഠിക്കാൻ പറ്റിയില്ല, എന്തുകൊണ്ട് നമുക്കൊരു നല്ല ജോലി കിട്ടിയില്ല, എന്തുകൊണ്ട് നമുക്കൊരു നല്ല ജോലി കിട്ടി. ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മളോട് ചോദിക്കുന്നത്. അതിന് ഉത്തരങ്ങൾ ശാസ്ത്രങ്ങൾ തരും. ആ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം, അല്ലെങ്കിൽ അതിനു വേണ്ടി മുന്നോട്ട് പോകുന്ന ആ ജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദിവ്യജ്ഞാനം. ദിവ്യജ്ഞാനം അത് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ, ഞാൻ ആരാണ്, എന്തിനിവിടെ ജനിച്ചു, അങ്ങോട്ട് പോകുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആ ദിവ്യജ്ഞാനമാകുന്ന വഴിയിലോട്ട് മുന്നോട്ട് പോകാനുള്ള താല്പര്യം വരുന്നത്. ആ ജ്ഞാനത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ന്യൂസ് പേപ്പറിൽ വരുന്ന വാർത്തകളെ കുറിച്ചല്ല. ജ്ഞാനവും വൈരാഗ്യവും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, ഇപ്പൊ ഭക്തിയുത സേവനം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കുക വലിയൊരു സംഭവമായിട്ടൊന്നും വിചാരിക്കേണ്ട. വളരെ ലളിതമാണ്. ഞാനിതൊരു കഥയിൽ കൂടെ ഞാനത് പറഞ്ഞുതരാം. ശാസ്ത്രത്തിൽ നിന്ന്, പത്മപുരാണത്തിൽ നിന്ന് എടുത്ത ഒരു കഥയിൽ കൂടെ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കഥയാണ്. അതിൽ കൂടെ ഞാനത് എത്ര ലളിതമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്നത്, ഭഗവാൻ ഈ ഭക്തി യോഗത്തിൽ നമ്മൾ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ വൈരാഗ്യം, ജ്ഞാനം സ്വന്തമായിട്ട് വരും. അത് നമ്മൾക്ക് നമ്മുടെ കഴിവുകൊണ്ടുണ്ടാകുന്നതല്ല. നമുക്കിപ്പോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, കുറെ അറിവൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും, ഓ, എനിക്ക് ആൾക്കാരുടെ അടുക്കലൊക്കെ ചെന്നിട്ട് പറയും, എനിക്ക് അതറിയാം, ഭാഗവതം അറിയാം, ഭഗവത്ഗീത അറിയാം, നിങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ ശരിയായിട്ട് അറിയാവുന്നവർ അങ്ങനെ ഒന്നും പറയില്ല. നല്ല അറിവുള്ളവർ പറയുന്നു, എനിക്കൊന്നും അറിയില്ല എന്നേ പറയും. കാരണം അവരുടെ കഴിവുകൊണ്ടല്ല അറിവ് കിട്ടുന്നത്. ആ അറിവ് കിട്ടുന്നത് ഭഗവാന്റെ അല്ലെങ്കിൽ അവരുടെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. മനസ്സിലായില്ലേ? അത് ആണ് ഇതിന്റെ ഈ ശ്ലോകത്തിൽ നിന്നിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം. ഇനി ഈ നമ്മുടെ ആചാര്യന്റെ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ ഇപ്പോൾ വിവർത്തനം, ജ്ഞാനാഭ്യോ മാതാജിയൊക്കെ അത് വായിച്ചു. അതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഭാവാർത്ഥത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഭഗവാനിലേക്ക് തിരിച്ചു പോകാനായിട്ട്, അല്ലെങ്കിൽ ഭഗവാനെ അറിയാനായിട്ട് പല പല വഴികളുണ്ട്, അല്ലെ? പല പല യോഗ സിസ്റ്റംസും ഉണ്ട്. ആണോ അല്ലയോ? നമുക്കെല്ലാവർക്കും അറിയാം. കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, അഷ്ടാംഗയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്, പല യോഗമുണ്ട്, അല്ലേ? ഭഗവത്ഗീതയിൽ നിങ്ങൾ പലതും പഠിച്ചിട്ടുണ്ട്. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ എല്ലാ യോഗ സിസ്റ്റത്തിലും ഏറ്റവും ലളിതമായിട്ടുള്ളത് ഭക്തിയോഗമാണ്. എല്ലാ യോഗ സിസ്റ്റത്തിലും ഏറ്റവും എളുപ്പം നമ്മൾക്ക് ഇവിടെ നിന്ന് തിരിച്ച് ഭഗവാന്റെ നമ്മുടെ ശരിയായിട്ടുള്ള വസതിയിൽ പോകാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ളത് ഭക്തിയോഗം തന്നെയാണ്. എന്താണെന്ന് നമ്മൾക്ക് ഈ ക്ലാസ്സിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭക്തി ഹൃദയത്തെ ആകർഷിക്കുന്നു. എന്താണ് ഈ ഭക്തി ഹൃദയത്തെ ആകർഷിക്കുക എന്ന് പറയുന്നത്? ഈ പറയാൻ പോകുന്ന കഥയിൽ കൂടെ അത് വളരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മറ്റുള്ള യോഗ സിസ്റ്റംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മള് അഷ്ടാംഗ യോഗ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഈ ആൾക്കാർ പഠിപ്പിക്കുന്ന യോഗയൊന്നും അല്ല കേട്ടോ. അത് യോഗയല്ല. നമ്മുടെ നാട്ടിൽ ഒത്തിരി ഒത്തിരി ആൾക്കാർ യോഗകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ആണോ ഇല്ലയോ? അത് യോഗയല്ല. അത് വെറും
ശരീരത്തിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ മാറാനോ, അല്ലെന്നുണ്ടെങ്കിൽ നടുവേദന വരാതിരിക്കാനോ, തോളുവേദന വരാതിരിക്കാനോ, അങ്ങനെയൊക്കെ ശരീരം ഒന്ന് പുഷ്ടിപ്പെട്ട് മുന്നോട്ട് പോകാനുള്ളത് മാത്രമാണത്. മനസ്സിലായില്ലേ? എന്നിട്ട് അവരതിന് യോഗ എന്നാണ് പറയുന്നത്. യോഗ എന്നിടെ അത് അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞിരിക്കുന്ന വളരെ കഠിനമായിട്ടുള്ള ഒരു യോഗ സിസ്റ്റത്തിന്റെ അതിൽ നിന്നിട്ട് എടുത്ത ഏതാണ്ട് ഒരു ചെറിയൊരു അംശമാണ് അവരവിടെ കാണിക്കുന്നത്. അവരെ പഠിപ്പിക്കുന്നവർക്കൊന്നും തന്നെ അറിയില്ല, എന്തോ എവിടുന്നോ ഇച്ചിരി പഠിച്ചിട്ടാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ ഈ അഷ്ടാംഗയോഗ പ്രാക്ടീസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ കർമ്മയോഗം പ്രാക്ടീസ് ചെയ്യുക, ജ്ഞാനയോഗം പ്രാക്ടീസ് ചെയ്യുക, ഇതിനൊക്കെ നമുക്ക് കാര്യമായിട്ട് നമുക്ക് അറിവും ആരോഗ്യവും അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വേണം. ശുദ്ധത വേണം. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ കാലത്ത് ശുദ്ധതയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ശുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും നമുക്ക് ശുദ്ധമായിട്ടുള്ള കിട്ടുന്നില്ല. നെയ്യ് കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല, ഇല്ലേ? അതൊന്നും നടക്കില്ല. ഇപ്പൊ ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അതാണ് ഭക്തി യോഗ എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തി യോഗ 9 വിധത്തിൽ ചെയ്യാൻ പറ്റും. 9 വിധത്തിൽ ചെയ്യാൻ പറ്റും. ഭാഗവതത്തില് 7-ാമത്തെ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായത്തിലെ 23-24 ശ്ലോകത്തില് പ്രഹ്ലാദ് മഹാരാജ്, അത് നരസിംഹദേവിന്റെ കഥയാണ് അവിടെ പറയുന്നത്. അതിൽ വ്യാസമഹർഷി നരസിംഹദേവ് കഥ, പ്രഹ്ലാദ് മഹാരാജിന്റെ കഥയാണ് അവിടെ പറയുന്നത്. അതിൽ പ്രഹ്ലാദ് മഹാരാജ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ശ്ലോകം എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളത് എല്ലാവരും, എല്ലാ ആചാര്യന്മാരും അത് എപ്പോഴും ഉച്ചരിക്കുന്ന ഒരു ശ്ലോകമാണ്. ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സാഖ്യം ആത്മനിവേദനം, ഇതി പുംസാർപ്പിത വിഷ്ണോ ഭക്തി ചേ നവ ലക്ഷണ ക്രിയേത ഭഗവതി അഥ താൻ മന്യേ അധിതം ഉത്തമം. അപ്പൊ ഇതിൽ പറയുന്നത് വളരെ ലളിതമാണിത്. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിന്റെ നാമം, രൂപം, ഗുണങ്ങൾ, ലീലകൾ എന്നിവയെ കുറിച്ചിട്ട് കേൾക്കുകയും കീർത്തനം ചെയ്യുകയും ചെയ്യുക, ശ്രവിക്കുകയും കീർത്തിക്കുക. ഇത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുകയാണ്, അല്ലേ? അപ്പൊ നമ്മളിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനമാണ് നമ്മൾ ചെയ്യുന്നത്. ഭഗവാന്റെ കുറിച്ചിട്ട് കേൾക്കുക, അല്ലെങ്കിൽ മാതാജി ഇപ്പം വായിച്ചു, ആ വായിക്കുക, നാമം ജപിക്കുക, ഇതെല്ലാം സേവനമാണ്. നാമം ജപിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നാക്കുകൊണ്ട് സേവ ചെയ്യുക, അല്ലെ? ഇപ്പൊ നമ്മൾ ഇരുന്നിട്ട് ഇത് ക്ലാസ് കേൾക്കുന്നോ, എത്രത്തോളം അറ്റൻറ്റീവ് ആയിട്ട് നമ്മൾ ക്ലാസ് കേൾക്കുന്നോ അത്രത്തോളം നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാലും നമ്മുടെ പൊതുവെ ആൾക്കാർക്ക് അതിൽ താല്പര്യം. അപ്പം ഭഗവാൻ വിഷ്ണുവിന്റെ നാമം, ദിവ്യമായ നാമം, രൂപം, ഗുണങ്ങൾ, ലീലകൾ എന്നിവയെക്കുറിച്ച് കേൾക്കുക, അത് പറയുക, അത് സ്മരിക്കുക, അദ്ദേഹത്തിന്റെ പാദസേവനം ചെയ്യുക, അദ്ദേഹത്തിന് ആദരപൂർവം പൂജിക്കുക, സ്തുതികൾ അർപ്പിക്കുക, ഭഗവാന്റെ ദാസനായി സേവിക്കുക, ഭഗവാനെ സ്നേഹിതനായിട്ട് കാണുക, തന്റെ ശരീരം, മനസ്സ്, വാക്കുകൾ എല്ലാം ഭഗവാന് സമർപ്പിക്കുക. ഇങ്ങനെ 9 വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഈ 9 കാര്യങ്ങളും നമ്മൾ എല്ലാം ചെയ്യണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഈ 9 എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് വലിയ ബുദ്ധിമുട്ടല്ലേ? നമുക്ക് ശുദ്ധതയൊന്നും ഇല്ലല്ലോ, അത് വലിയ ബുദ്ധിമുട്ടല്ലേ? വേണ്ട. നമ്മൾക്ക് ഭാഗവതം, നമ്മുടെ ആചാര്യന്മാര് പ്രധാനമായിട്ട് നമുക്ക് പറയുന്നത് ആ ശ്രവണം, കീർത്തനം, ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് നമ്മുടെ പരമലക്ഷ്യമായ ഭഗവാനിലേക്ക് തിരിച്ചെത്താൻ പറ്റും. ഭഗവാന്റെ എവിടുന്നാണ് നമ്മൾ വന്നത് ആ സ്ഥലത്ത് വൈകുണ്ഠത്തിൽ നിന്ന് മോളോട്ട് അനേകം ആത്മീയ ലോകങ്ങളുണ്ട്. അവിടെ നമുക്ക് തിരിച്ചെത്താൻ പറ്റും. ഭഗവാന്റെ നാമിൽ തന്നെ തിരിച്ചെത്താൻ പറ്റും. ഗോലോക എന്നാണ് അതിന് പറയുന്നത്. ഗോലോക വൃന്ദാവനം എന്നാ പറയുന്നത്. അപ്പോ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപകാചാര്യൻ പറഞ്ഞിരിക്കുന്നത്, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യമായിരിക്കണം. ഭക്തി നമ്മളിപ്പം ഈ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഭക്തിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതും ഭക്തിയാണ്, നമ്മുടെ ലക്ഷ്യവും ഭക്തിയായിരിക്കണം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്നില്ല. അതൊരു വലിയ ടോപ്പ് ഡീപ്പ് സബ്ജക്റ്റ് ആണ്. നമ്മൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം നമ്മൾ ആത്മാവാണ്, അല്ലെ? ഭഗവത്ഗീതയിൽ നിന്നിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ട് നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. അപ്പൊ എന്താണ് ഈ ആത്മാവിന്റെ ശരിയായിട്ടുള്ള ധർമ്മം? അതും ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആത്മാവിന്റെ ശരിയായിട്ടുള്ള ധർമ്മം? ഭഗവാൻ സേവ പരമാത്മാവിനെ ദാസ സേവ ദാസ്യം. ചെയ്യും. അതെ, ഭഗവാൻ ദാസനാകുക, ഭഗവാന്റെ ദാസനാകുക. അതായത് പരമാത്മ ഭഗവാനെ നമ്മൾ സേവ ചെയ്യാം. മനസ്സിലായില്ലേ? ഇതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ധർമ്മം. അതായത് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ജീവേര സ്വരൂപ ഹോയെ കൃഷ്ണേര നിത്യദാസ്. നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നിത്യദാസൻ. മാതാജി പറഞ്ഞ പോലെ ഒരു സേവകന്റെ എന്താണ് ഒരു സേവകന്റെ ധർമ്മം? ആ സേവകന്റെ മാസ്റ്റർ ആരാണ്? ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു വീടൊക്കെ ക്ലീൻ ചെയ്യാനും ജോലി ഒക്കെ ചെയ്യാനും ഒരാൾ വരുന്നു എന്ന് വെച്ചു. അയാളുടെ എന്താണ് അയാളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് വീട് ക്ലീൻ ചെയ്തിട്ട് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാം. എന്നാലേ നമ്മൾ പൈസ കൊടുക്കുള്ളൂ, ഇല്ലേ? ഇല്ലേ? അതേപോലെ തന്നെ ഭഗവാനെ സന്തോഷിപ്പിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമാകും. ശാസ്ത്രങ്ങൾ പറയുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തിയും ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. അതേപോലുള്ള കർമ്മങ്ങളായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ഭഗവാനെ സന്തോഷിപ്പിക്കാനും നമ്മളിപ്പം ഭഗവാനെ സന്തോഷിപ്പിച്ചിട്ട് ഭഗവാനൊന്നും നേടാനില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അങ്ങനെയായിരിക്കണം, നമ്മുടെ ചിന്താഗതി അങ്ങനെയായിരിക്കണം. ഇതെല്ലാം നമുക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഈ ഭക്തിയുടെ സേവനം ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം ലഭിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള യോഗ സിസ്റ്റം, ഇപ്പം അഷ്ടാംഗ യോഗ അല്ലെ ഹഠയോഗ അല്ലെങ്കിൽ ജ്ഞാനയോഗ, കർമ്മയോഗ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം അറിവുകളും കഴിവുകളും എല്ലാം ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഒരു 50-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിലൊന്നും പോയിട്ട് അഷ്ടാംഗ യോഗ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് കണ്ണ് ശരിക്ക് കാണുന്നില്ല, ചെവി ശരിക്ക് കേൾക്കുന്നില്ല, അങ്ങനെ ഒരു സമയത്ത് പോയിട്ട് ജ്ഞാനയോഗം ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ കർമ്മയോഗം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഭക്തിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഏത് ജാതി കുലത്തിൽ പറഞ്ഞവർക്കും പിറന്നവർക്കും ചെയ്യാൻ പറ്റും. വളരെ ലളിതമാണ്. അതിന് യാതൊരു ക്വാളിഫിക്കേഷൻസും കഴിവുകളും ഒന്നും വേണ്ട എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ ഭക്തി എത്രത്തോളം ലളിതമാണെന്ന്, അല്ലെങ്കിൽ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അത് എത്രത്തോളം ഈസി ആണെന്നുള്ളതിനെ കുറിച്ചിട്ട് പത്മപുരാണത്തില് ഒരു ഒരു കഥ പറയുന്നുണ്ട്. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആയിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. പല ആചാര്യന്മാരും പറയാറുള്ള കഥയാണ്. എന്തായാലും ഞാൻ വീണ്ടും ആ കഥ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടെ നമുക്ക് ഈസി ആയിട്ട് ഈ ശ്ലോകത്തില് എന്താണ് വ്യാസമഹർഷി അല്ലെങ്കിൽ നമ്മുടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഭക്തി എത്രത്തോളം ലളിതമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരിക്കലാ ഒരു വനത്തില മൃഗാരി എന്ന് പറഞ്ഞ ഒരു വേട ഹണ്ടർ താമസിക്കുന്നുണ്ട്. അപ്പൊ ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് മൃഗങ്ങളെ കൊല്ലുക, കൊന്നിട്ട് അങ്ങനെയാണ് ഇയാൾ ഉപജീവന മാർഗം കഴിച്ചു വന്നിരുന്നത്. അപ്പൊ ഇയാള് ഈ മൃഗങ്ങളെ കൊല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പകുതിയെ കൊല്ലുള്ളൂ. മൃഗങ്ങളെ പകുതി കൊന്നിട്ട് അത് പകുതി ജീവനോടെ ഇതിനെ അമ്പെയ്ത് വീഴ്ത്തിട്ട് അതിങ്ങനെ പടഞ്ഞ് മരിക്കുന്നത് ഇയാൾ കണ്ടിട്ട് ഇയാൾക്ക് ആസ്വദിക്കും.
ഇതായിരുന്നു ഇങ്ങേരുടെ ഒരു ഹോബി. പുള്ളിയുടെ ഒരു വിനോദം അതായിരുന്നു. അപ്പോൾ ഒരിക്കലാ ശ്രീ നാരദമുനി, നാരദ മഹർഷി, അദ്ദേഹം ഇങ്ങനെ ലോകമെമ്പാട് എല്ലാ പ്രപഞ്ചങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നാരായണ നാമം പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ. അപ്പൊ അദ്ദേഹം അവിടെ വന്നപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ പകുതി കൊന്ന് ഇട്ടിരിക്കുന്ന അതുങ്ങളൊക്കെ ഇങ്ങനെ പിടച്ചു പടിച്ച് മരിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചത് ആരാണിത് ചെയ്തിരിക്കുന്നത് നോക്കി കഴിഞ്ഞപ്പോ ഇയാളാണ്, ഈ മൃഗാരി എന്ന് പറഞ്ഞ ഈ വേടനാണ്. അപ്പം ഇദ്ദേഹത്തിനോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിനക്ക് ഇതിനെ മൊത്തമായിട്ടും കൊന്നുകൂടെ? ഒരമ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിനെ കൊന്നുകൂടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല, ഇതെന്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു, അച്ഛൻ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ്, എനിക്ക് ഇതിൽ നിന്നിട്ട് ഒത്തിരി സന്തോഷം കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാരദമുനി പറഞ്ഞു, നിനക്ക് ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എന്താണെന്നും എന്ത് വരുമെന്നും നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇത് വലിയൊരു പ്രധാനപ്പെട്ട നമുക്കെല്ലാം ഒരു പാഠമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഒത്തിരി ഇങ്ങനെ മൃഗവധം അങ്ങനെയുള്ള ഒത്തിരി വേണ്ടാത്ത കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ആണോ ഇല്ലയോ? പക്ഷെ ഈ ആൾക്കാർ ഈ ചെയ്യുന്നവർക്ക് ആർക്കും അതുകൊണ്ട് എന്താണ് അവർക്ക് വരാൻ പോകുന്നതെന്ന് അറിയില്ല, അല്ലെ മാതാജി? അവർക്ക് അറിയില്ല. ആരോ എന്തൊക്കെയോ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കൊന്നോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവർ കൊല്ലുകയും കഴിക്കുകയും അതും ഇതൊക്കെ ചെയ്യുന്നു. അപ്പോ ഈ മൃഗാരിയെ വിളിച്ചിട്ട് നാരദൻ പറഞ്ഞു, നീ ഇങ്ങനെ മൃഗങ്ങളെ ഇങ്ങനെ കൊന്നു കഴിഞ്ഞാല് ശാസ്ത്രത്തിൽ മനു സംഹിത എന്ന് പറയുന്ന നമ്മുടെ ഒരു ശാസ്ത്രമുണ്ട്, മനുഷ്യരെങ്ങനെ ജീവിക്കണം എന്നുള്ള അതിനെ കുറിച്ചിട്ട് എഴുതിയിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് മനുസംഹിത. അതില് ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം പറയുന്നത്, അനുമന്ത വിശാസീത നിഹന്ത ക്രയവിക്രയ സംസ്കാർത്ത ചോപഹാർത്ത ച കഥാകേശ്ചേതി ഘാതക. ഈ ശ്ലോകത്തില് നമുക്ക് മനസ്സംഹിത പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കൊല്ലാനായിട്ട് ഒരു മൃഗത്തെ ഒരാൾ കൊല്ലുകയാണ്. ആ കൊല്ലാനായിട്ട് ആര് സമ്മതിക്കുന്നു, ആരാണ് ആ കൊല്ലാനായിട്ട് ആ ആളിന് സമ്മതം കൊടുക്കുന്നത്, ആരാണ് കൊല്ലുന്നത്, കൊന്നു കഴിഞ്ഞിട്ട് ആരാണ് അതിനെ മുറിക്കുന്നത്, ആരാണത് വാങ്ങുന്നത്, ആരാണത് വിൽക്കുന്നത്, ആരാണതിനെ പാചകം ചെയ്യുന്നത്, ആരാണതിനെ വിളമ്പിക്കൊടുക്കുന്നത്, ആരാണതിനെ ഭക്ഷിക്കുന്നത്, ഇത്രയും പേര്, ഇപ്പൊ മനസ്സിലായല്ലോ? ഇത്രയും പേര്, കൊല്ലുന്നവർക്ക് മാത്രമല്ല പാപമുള്ളത്, ഇത്രയും പേർക്കും അവരെ ശാസ്ത്രങ്ങൾ കണക്കൂട്ടുന്നത് കൊലയാളി എന്നാണ്. ഇത്രയും പേരെ ശാസ്ത്രത്തില് കൊലയാളി എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് വരാൻ പോകുന്നതെന്ന് ഈ മൃഗാരി ചോദിച്ചു. കൊലയാളി എന്ന് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൃഗത്തിന്റെ സ്വപ്ന സൗണ്ട് കുറച്ച്, ആ മൃഗത്തിന്റെ ശരീരത്തിൽ എത്ര രോമമുണ്ടോ അത്രയും രോമം, എത്ര രോമമുണ്ടോ അത്രയും രോമത്തിന്റെ കണക്ക് എടുത്ത്, ഇപ്പൊ ഒരു 100 രോമം ഉണ്ടെങ്കിൽ ആ 100 പ്രാവശ്യം ആ മൃഗം നിന്റെ വരുന്ന ജന്മങ്ങളിൽ നീ അതിന് ഇരയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രാവശ്യമല്ല, അനേകം പ്രാവശ്യങ്ങൾ അത് ഇരയാകുമെന്നാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ. ഇത് നാരദമുനി ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ആരോട്? ഈ മൃഗാരിയോട് പറഞ്ഞു. മൃഗാരി ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് മൃഗാരി പറഞ്ഞു,
ഞാൻ എന്റെ കുടുംബത്തെ ഒക്കെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നാരദമുനി ചോദിച്ചു, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് നിന്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ ചോദിരൂ, ഞാൻ നിങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് ഈ മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നു, കൊന്നിട്ട് വിൽക്കുന്നു, മാംസം ഭക്ഷിക്കുന്നു, ഇതിന്റെ ഫലങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് നാരദമുനി പറഞ്ഞു, അത് നിങ്ങളും കൂടെ പങ്കിട്ടെടുക്കുമോ എന്ന് ചോദിച്ചു. ഈ കർമ്മഫലം വരാൻ പോകുന്നത് നിങ്ങളും കൂടെ പങ്കിട്ടെടുക്കുമോ എന്ന് ആര് ചോദിച്ചു? നാരദമുനിയോട്. ഈ നാരദമുനി മൃഗാരിയോട് പറഞ്ഞു, മൃഗാരി നീ വീട്ടിൽ പോയിട്ട് ഭാര്യയോടും മക്കളോടും ചോദിക്കാം. അപ്പോൾ അദ്ദേഹം അന്ന് വൈകുന്നേരം വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് ഭാര്യയോടും മക്കളോടും ചോദിച്ചു. ഇത് നാരദമുനി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വരാൻ പോകുന്ന കർമ്മഫലങ്ങൾ നിങ്ങൾ പങ്കിട്ടെടുക്കുമോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞില്ല, ഞങ്ങൾ പങ്കിട്ടെടുക്കില്ല, കാരണം ഇത് എന്റെ ധർമ്മമാണ്. നിന്റെ ധർമ്മമാണ്, നിന്റെ ഭാര്യയും കുടുംബത്തെയൊക്കെ നിന്നെ നോക്കുക എന്നുള്ളത് നിന്റെ ധർമ്മമാണ്. അതിൽ നീ എന്ത് തെറ്റ് ചെയ്താലും, തെറ്റായിട്ടുള്ള കർമ്മമാണ് നീ ചെയ്യുന്നത്, അത് നീ തന്നെ അനുഭവിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മൃഗാരിക്ക് വലിയ വിഷമമായി. അപ്പൊ മൃഗാരി എന്ത് ചെയ്തു? പിറ്റേ ദിവസം നാരദമുനിയെ കാണാൻ തിരിച്ചു വന്നു. നാരദമുനി എടുക്കൽ പറഞ്ഞു, എന്റെ ഭാര്യയും മക്കളും ഒന്നും ഈ ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം എടുക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് ഇനി ഞാനിതൊന്നും ചെയ്യില്ല. അന്ന് അദ്ദേഹം ഇതെല്ലാം നിർത്തിയിട്ട് അപ്പോൾ നാരദമുനി അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരു പണി ചെയ്യും, നിന്റെ ഈ അമ്പും വില്ലും ഒക്കെ നീ ഇപ്പം തന്നെ അങ്ങ് മാറ്റിവെക്ക്. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ കാടിനുള്ളിൽ തന്നെ ചെറിയൊരു കുടിലുണ്ടാക്ക്. ആ കുടില് ലളിതമായിട്ടുള്ള ഒരു ജീവിതം നീ നയിക്കും. എന്നിട്ട് ഭഗവാന്റെ നാമം ജപിക്കൂ എന്ന് പറഞ്ഞ് നാമമൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന് നാമം തന്നെ ജപിക്കാനായിട്ട് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് യാതൊരു വിദ്യാഭ്യാസവും ഇല്ല. അദ്ദേഹത്തിന് ഈ കൊല്ലുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അദ്ദേഹത്തിന് അറിവുള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹം നാമം ജപിക്കാൻ തുടങ്ങി. അങ്ങനെ നാരദമുനി തിരികെ പോയി. അനേക വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം നാരദമുനിയും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ പർവ്വതമുനി എന്ന് പറയുന്ന മുനിയായിട്ട് തിരികെ വന്നു. ആ മൃഗാരിയെ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് തിരികെ വന്നപ്പോൾ അദ്ദേഹം കണ്ടത് ഒരു വലിയൊരു ഭക്തനെയാണ് അവിടെ കണ്ടത്. ആ മൃഗാരി മാറിയിട്ട് ഒത്തിരി മാറ്റങ്ങളാണ് അദ്ദേഹത്തിൽ വന്നത്. അപ്പോ ഈ മൃഗാരി അവര് വരുന്ന കണ്ടിട്ട് അവരെ സ്വീകരിക്കാനായിട്ട് ഈ മൃഗാരി അദ്ദേഹത്തിന്റെ കുടിലിൽ നിന്നിട്ട് ഇറങ്ങിയിട്ട് ഓടി വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഓടി വരുമ്പം തന്നെ ഈ മുടന്തിയാണ് വന്നത്. നേരെയല്ല വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ഉറുമ്പുകളെ പോലും ചവിട്ടാതെ, ഉറുമ്പ് വഴിയിലുണ്ടോ അതിനെ നോക്കി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിജന്തുക്കളുണ്ടോ അതിനെ നോക്കി, അതിനെ ചവിട്ടി കഴിഞ്ഞാൽ അത് മരിച്ചു പോകില്ലേ എന്ന് പേടിച്ചിട്ട് അതില്ലാത്ത വഴി കൂടി ഇങ്ങനെ കറങ്ങിയൊക്കെയാണ് വന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഭഗവാന്റെ നാമജപത്തിൽ കൂടെ മാത്രമാണ്, വേറെ ഒന്നും ചെയ്തില്ല, നാമജപത്തിൽ കൂടെ മാത്രം ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യന്, യാതൊരു അറിവില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല, ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു വേടൻ, അദ്ദേഹത്തിന്റെ ആ സ്വഭാവം കംപ്ലീറ്റ് മാറിയിട്ട് ഭയങ്കര ഒരു ഭക്തനായി. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഈ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത്, നാമജപത്തിൽ കൂടെ മാത്രം നമുക്ക് നല്ലൊരു ഭക്തനാകാൻ പറ്റുമെന്നുള്ളതാണ്. ഭഗവാന്റെ ഭക്തിയുത സേവനം, ഈ നാമജപം എന്ന് പറഞ്ഞാൽ നാക്കുകൊണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന സേവനമാണ്. അത് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ശ്ലോകങ്ങളും കാര്യങ്ങളും ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ രാത്രിയായി പലർക്കും ഉറക്കം, ജയേഷ്പ്രഭുവിന് നല്ല ഉറക്കമുണ്ട്, ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ ഇതുമായിട്ട് ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതുകൊണ്ട് നന്നായിട്ട് അറിയായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു ശിക്ഷ അഷ്ടകം എന്ന് പറഞ്ഞ ശ്ലോകത്തിലാണ്, ഒരു 8 അഷ്ടകം. അല്ലെ, ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അത് നമ്മളെ നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാകും.
ചേതോ ദർപ്പണ മാർജനം. ഇപ്പൊ ഈ ഹൃദയം ശുദ്ധം ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹൃദയത്തില് ഒത്തിരി അനർത്ഥങ്ങളുണ്ട്, ഇല്ലേ? അതെ. അനർത്ഥങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ട്? ഈ അനർത്ഥങ്ങൾ ഉള്ളതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന തന്നെ ഈ ശരീരം നമുക്ക് കെട്ടിയിരിക്കുന്നതും, ഈ ശരീരം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നതും ഈ അനർത്ഥങ്ങൾ കൊണ്ടിട്ടാണ്. അപ്പൊ ഈ അനർത്ഥങ്ങള്, അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, മതമാത്സര്യം, അല്ലെ, അസൂയ, ദേഷ്യം, അമിത ആസക്തി, പിന്നെ ഒത്തിരി പൈസയൊക്കെ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ആരെങ്കിലും കളിപ്പിച്ചോ, എങ്ങനെയെങ്കിലുമൊക്കെ, അതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം എത്രത്തോളം നമുക്ക് കൂടി വരുന്നു അത്രത്തോളം നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് ഈ ഭഗവാന്റെ നാമം ജപിക്കുന്നതിൽ കൂടെ മാത്രം നമുക്ക് നമുക്ക് ഈ ഹൃദയത്തെ ശുദ്ധമാക്കാൻ പറ്റും. അപ്പോ ഈ ചേതോ ദർപ്പണ മാർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കണ്ണാടി, ഇപ്പം ജ്ഞാനാംബിക മാതാജി വീട്ടിലൊരു കണ്ണാടി ഉണ്ട്. ആ കണ്ണാടി നിറയെ പൊടിയിരിക്കുകയാണെങ്കിൽ മാതാജിയുടെ മുഖം കാണാൻ പറ്റും? കാണാൻ പറ്റത്തില്ല. അപ്പൊ മാതാജി എന്ത് ചെയ്യും? ഒരു തുണി എടുത്ത് അത് തുടയ്ക്കും, അല്ലേ? അതെ. തുടച്ചു കഴിയുമ്പോൾ ആ അഴുക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുഖം കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയവും അനേക ജന്മങ്ങള്, കോടാനുകോടി ജന്മങ്ങള് നമ്മൾ എടുത്തിരിക്കുന്ന ആ ജന്മത്തിലൊക്കെ നമ്മൾ ചെയ്ത നല്ലതും മോശവുമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അതൊക്കെ അതെ. നമുക്ക് മോശ ഫലമായിട്ടും നല്ല ഫലമായിട്ടും ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഈ മോശകർമ്മങ്ങളുടെ ഫലങ്ങളാണ് ഈ പൊടിയായിട്ട് അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. നമ്മൾ കൂടുതലും ചെയ്തിരിക്കുന്ന മോശകർമ്മങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തുടച്ചു മാറ്റുന്ന എങ്ങനെയാണ്? നമുക്ക് ഹൃദയത്തിൽ പോയിട്ട് പൊടി കൈകൊണ്ട് ആ, തുണി കൊണ്ട് തുടച്ചു മാറ്റാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് അത് ആത്മാവിന്റെ മുകളിലാണ് ഈ പൊടി പിടിച്ചിരിക്കുന്നത്. അത് നമ്മൾ നാമജപത്തിൽ കൂടെ ആത്മാവിനെ ഭഗവാൻ ശ്രീകൃഷ്ണനുമായി, പരമാത്മാവുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് ആ ആ ആ നമ്മുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ നമുക്ക് നമ്മുടെ സ്വരൂപം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആത്മാവാണെന്ന്, അല്ലെ? ശരീരമല്ല എന്നറിയാം. പക്ഷെ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഞാൻ ഈ ശരീരമല്ല, അല്ല ഞാൻ ഈ ആത്മാവാണെന്ന് നമുക്കറിയാമെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമുക്ക് ഈ അനർത്ഥങ്ങളിൽ നിന്നിട്ട് പുറത്തു വരാൻ പറ്റത്തുള്ളൂ. നാമജപത്തിൽ കൂടെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കും തോറും, ശുദ്ധമാകുമ്പോൾ ഈ ഞാൻ ഈ ശരീരമല്ല, ആത്മാവെന്നുള്ള ആ സത്യം, ആ വലിയ സത്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും. ആ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ ഈ വഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ജന്മം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു ജന്മം എടുക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല. ഭഗവാന്റെ അടുക്കൽ തിരിച്ചു പോകാൻ പറ്റും. ഞാൻ ഇത്ര ചുരുക്കി ഇത്ര പറയുന്നുള്ളത് വെച്ചാൽ ഇവിടെ 8 മണിയാകാറായി, അവിടെ 10:30 അത് കണ്ടിട്ട് എന്തെങ്കിലും ഇന്ന് പറഞ്ഞതിൽ സംശയമുണ്ടോ? ഇതിപ്പം വളരെ ലളിതമായിട്ട് വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകത്തെ. ഇത് കുറെ അധികം സംസാരിക്കേണ്ടതായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ ശ്ലോകങ്ങളെല്ലാം. ഭക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയേ ഉള്ളു. എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിപ്പം ചുരുക്കത്തിലാണ്. ഈ നാമജപം മാത്രം മതി നമ്മളെ ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ബാക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1. 2, ഇത് വളരെ ലളിതം. അതിനൊരു ശവം അടക്കുന്ന ആൾക്കാരെ നമ്മൾ കുറച്ച് നീച്ച കുലത്തിലുള്ള ആൾക്കാരായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അവർക്ക് പോലും ഇത് പ്രാക്ടീസ് ചെയ്യാം. ആർക്ക് വേണേലും നാമം ജപിക്കാം. അതിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? കുളിക്കണമെന്ന് പോലും ഇല്ല. നമ്മൾ രാവിലെ എണീറ്റിട്ട് മുഖവും കാലും കൈയും ഒക്കെ കഴുകി എല്ലൊക്കെ തേച്ചിട്ട് നമുക്ക് നാമം ജപിക്കാം. ഒരു നിയമങ്ങളും ഇല്ല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്. അപ്പോ അത് മാത്രം മതി ഈ കലികാലത്തില് നമുക്ക് തിരിച്ചു പോകാനായിട്ട്. ഭഗവാന്റെ നമ്മുടെ ശരിയായിട്ടുള്ള വീട്, ഒറിജിനൽ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം. നമ്മളിവിടെ വെറും അതിഥികളാണ്, അല്ലേ? നമ്മൾ ഗസ്റ്റാണ് ഇവിടെ. ആണോ അല്ലയോ? അല്ലേ? അതെ. നമ്മൾ കുറച്ചാൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകണം, ഇല്ലേ? വാടകക്കാരെ പോലെയാണ് നമ്മൾ. പക്ഷെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഇതെല്ലാം എന്റെയാണ്, എന്റെ വീട്, അല്ലെങ്കിൽ എന്റെ മക്കള്, എന്റെ മാല, എന്റെ വള,
അല്ലെന്നുണ്ടെങ്കിൽ എന്റെ കാറ്, ഇതൊന്നും നമ്മുടെ എല്ലാം ഇവിടെ ഇട്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. മനസ്സിലായോ? അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളത്. നാമം ജപിക്കുക, അത് മാത്രം, അതേ പറ്റുള്ളൂ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. ജയ്ഷ് പ്രഭു. ഉം. മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. എല്ലാം നല്ലോണം ഈസി പ്രഭു ആയിട്ട് സോറി പ്രഭു, മനസ്സിലായി. ഞാൻ ഏകാദശി ആയിരുന്നാലും കപ്പയും ഇതൊക്കെ കഴിച്ച കാരണം ആണ് എനിക്ക് ആ ഒരു ഇതിലേക്ക് വന്നത്. ക്ഷീണമുണ്ട്. ഭയങ്കര പ്രത്യേകിച്ച് ഏകാദശി ദിവസം ഒരു രക്ഷയില്ല ഇരിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഞാൻ ക്ലാസ് നമുക്ക് എല്ലാവർക്കും എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഞാനങ്ങ് പോകും, പക്ഷെ വേറൊരു ക്ലാസ്സിൽ ഇരിക്കാൻ ഉറക്കം വരും. ശരിക്കും തന്നെ ഇത് കൂടുതൽ ഇതിലെ ഫിലോസഫി ഇഷ്ടം പോലെ ഉണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒത്തിരി ഉറങ്ങുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നവിടെ. ഞാനിത് കഥ മാത്രം പറഞ്ഞ് നിർത്തി. നന്നായി ഒത്തിരി എന്തായാലും ഒത്തിരി പ്രഭു കഥ ശ്ലോകങ്ങളുണ്ട്, പറഞ്ഞത്. അതൊന്നും കൂട്ടി. അല്ല, അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, നിദ്രാദേവിയോട് പറഞ്ഞിട്ടുണ്ട്, ഭാഗവതം കേൾക്കുന്നവരെ അവിടെ ഇരിക്കുന്നവരുടെ ഇതിൽ പോയി തീർച്ചയായിട്ടും നിദ്രാദേവി കേട്ടോളാൻ പറഞ്ഞു. ഭയങ്കരമായിട്ട് ശരിയാണ്. കടാക്ഷിച്ചിട്ടുണ്ട്. ശരിയാണ്. എന്ന് വെച്ചാൽ ഭാഗവതം അത്രയും പുണ്യമാണെന്നുള്ളതാണ്. അവന്റെ മുന്നിൽ ഇരുന്ന് ഉറങ്ങിയാൽ പോലും നമുക്ക് ആ, കാരണം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിന് പറ്റുന്നു. ഞാൻ അമ്മയെ മാതാജി, എത്ര പേർക്ക് ഭാഗവതം ക്ലാസ്സിൽ ഇരുന്നിട്ട് ഉറങ്ങാൻ പറ്റും? ആരും പോകുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഭാഗവത സത്സംഗമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ആ പ്രസാദം കഴിക്കുന്ന സമയത്ത് മാത്രമേ ആൾക്കാർ പോകാറുള്ളൂ, അല്ലേ? ഇരിക്കത്തില്ല. ഇരിക്കത്തില്ല. പ്രസാദം എടുത്തിട്ട് ഇനി പോരും. ഏഹ്. വളരെ തുച്ഛം ആൾക്കാരായിരിക്കും. ചുവ കാണാതെ ലൈറ്റിന് എതിരെ എനിക്ക് മുഖത്ത് തിരിഞ്ഞു. ഹരേ കൃഷ്ണ. പൊന്നമ്മ ഹരേ മാതാജി. കൃഷ്ണ പ്രഭുജി. ആ അതാ കൊച്ചുമോളുണ്ട്. നേരെ നിൽക്കും. ആ കൊച്ചുമോളുണ്ട്. എന്താ മറഞ്ഞിരിക്കുന്ന കൊച്ചുമോള്? ഹരേ കൃഷ്ണ മോളെ. മോളെ വിളിക്കുന്നു. ഹരേ മോള് കൃഷ്ണ എന്ന് ക്ലാസ് പറ. കേട്ടോ? നേരെ കാണ്, നേരെ കാണ്. ഞങ്ങൾ ഇന്ന് മോട്ടറക്കലോട്ട് മോന്റെ അടുത്ത് വന്നു, തിരുവനന്തപുരത്തിന് പോന്നു. അപ്പളാ അതെല്ലേ. വിഷു അല്ലെ ഓണം അല്ലേ എന്നിട്ട് ഇങ്ങോട്ട് പോന്നു. ഇങ്ങോട്ട് പോകുന്നല്ലേ. ഹരി പോയി. ഇതുകൊണ്ട് ഇവിടെ ഉണ്ട്. കാണടാ, ഹരേ കൃഷ്ണ എന്ന് പറ പ്രഭുജി എന്ന് പറ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ എന്ന് പറ. പ്രഭുജി രണ്ടുപേര് നമുക്ക് ക്ലാസ് എടുക്കുന്ന പ്രഭുജിയാ. ഹരേ കൃഷ്ണ പ്രഭുജി, ജ്ഞാനവും വൈരാഗ്യവും ഈ ഭക്തിയുടെ ബൈ പ്രോഡക്ട്സ് അല്ലേ? അല്ലെ ഭക്തിദേവിയുടെ മക്കളാണെന്നല്ലേ പറയുന്നത്? ഭക്തിയുടെ ബൈ പ്രൊഡക്ട്സ് ആണ് പ്രഭുജി. ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് വന്നോളും. അതിങ്ങനെ വന്നോളൂ അല്ലെ? അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നമ്മൾ അറിയാതെ തന്നെ വരുന്ന ഒരു സംഭവം അല്ലേ അത്? അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പ്രഭുജി. മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അഷ്ടാംഗ യോഗ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കർമ്മയോഗ ആണെങ്കിലും കർമ്മയോഗയ്ക്കും നമുക്ക് ഒത്തിരി എഫർട്ട് വേണം. ഈസി അല്ല കർമ്മയോഗം ചെയ്യാൻ. ജ്ഞാനം നമ്മള് അതിനും നമുക്ക് നല്ല അറിവും ചിന്താശക്തിയും പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് അഷ്ടാംഗയോഗത്തിനാണ് പ്രാക്ടീസ്. ജ്ഞാനയോഗത്തിന് നമുക്ക് ഇന്റലിജൻസ് കാര്യമായിട്ട് വേണം പ്രഭുജി. അതെ. ഈ പ്രഭു ശങ്കരാചാര്യ സ്വാമിയുടെ പരമ്പര വരുന്നവരെല്ലാം ഭയങ്കര ബ്രില്യന്റ് ആണ്. സാധാരണ ഒരാൾക്ക് അത് പഠിക്കാൻ പറ്റില്ല. ഈ സ്വാമിമാരെല്ലാം ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കും. ഭയങ്കര ബ്രില്യന്റ് സ്വാമിമാരാണ് ഇവര്. ഇവരൊന്നും സാധാരണ ആൾക്കാരല്ല. പക്ഷേ നമ്മുടെ ഭക്തി പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതൊന്നും വേണ്ട. അതാണ് പറയുന്നത്. പ്രീ റിക്വസിറ്റ്സ് ഒന്നും ഇല്ല എന്നാണ് ഇംഗ്ലീഷ് ഭാഗവതത്തിന് ശ്രീ പ്രഭു അത് പറയുന്നത്. മലയാളത്തിൽ വേറൊരു വേട ഉപയോഗിച്ചിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. മറ്റുള്ള ഇപ്പം പ്രഭു അഷ്ടാംഗയോഗ പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ബേസിക്കലി നമുക്കൊരു അത്യാവശ്യം ഒരു വൈരാഗ്യം വേണം. കുറച്ചൊരു ഡിറ്റാച്ച്മെന്റ് വേണം. അതുപോലെ തന്നെ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പാതയിലോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഒരു പൊട്ടനായിട്ടുള്ള ഒരാളെ എടുത്തിട്ട് അഷ്ടാംഗയോഗം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഗുരുവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതുപോലെ പഴയ ലൈഫിൽ അതുപോലെ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം, പഴയ പ്രാക്ടീസ് ചെയ്ത് വരുന്നവരല്ലാത്തവരെന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യോഗീസ് എല്ലാം ഭയങ്കര പവർഫുൾ യോഗീസ് എല്ലാം ബേസിക്കലി അവർക്കൊരു പ്രീ ക്വാളിഫിക്കേഷനിൽ കൂടെ കൊണ്ടാണ് വരുന്നത്, ഏതെങ്കിലും ഗുരുവിന്റെ അടുക്ക വരുന്നത്. എന്നാലേ അവർക്ക് നിയമ അതെല്ലാം കൊണ്ട് ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭക്തിയോഗത്തിന് അത് പറഞ്ഞില്ലേ, പട്ടിയുടെ മാംസം ഭക്ഷിക്കുന്ന ആളാണെങ്കിലും പോലും വന്നു പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അത് ആ മാംസം ഭക്ഷിക്കുന്ന ഒരാൾ പോയിട്ട് ജ്ഞാനയോഗം പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ അഷ്ടാംഗയോഗം പ്രാക്ടീസ് ചെയ്യാനോ ഗുരു ആ വഴിയിലോട്ട് കയറ്റത്തില്ല.
ആ അവർക്ക് പറ്റില്ല അത്. പക്ഷെ ഇതങ്ങനല്ല. നാമജപം ചെയ്തു കഴിഞ്ഞ ഇപ്പൊ അതല്ലേ മൃഗാരിയുടെ സ്റ്റോറി ഞാൻ എടുത്തിട്ടത്. ഏറ്റവും ക്രൂരമായിട്ട് മൃഗങ്ങളെ വധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഈ അമ്മൂമ്മയുടെ ഇത് എവിടെയുടെ രാമന്റെ നാമത്തിൽ കൂടെ മാത്രം അത് അദ്ദേഹത്തിന് ഭയങ്കര ഭക്തനാകാൻ പറ്റി. വേറെ ഒന്നും ചെയ്തില്ല. അർത്ഥം പോലും അറിയില്ല. അത്രയും പവർഫുൾ ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? അത് ചെയ്യാൻ എന്തെങ്കിലും മാതാജിമാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. തെളിയുന്നില്ല. ഇതാണോ? ഹരേ കൃഷ്ണ പ്രഭുജി. സെയിം അല്ലേ നമ്മളെ രത്നാകരന്റെ സ്റ്റോറിയിലെ കാട്ടാളൻ അത് രത്നാകരൻ അത് തന്നെ ബാധിച്ചു. അത് തന്നെ ഈ സെയിം സ്റ്റോറിയാണ് ഭാര്യയോട് പത്മപുരാണത്തിൽ അല്ലെ അതെ ഭാര്യയോട് ബാധിച്ചു. പോയി അതെ താൻ അതെ നിരന്തരം അതെ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയും അനുഭവിച്ചത് കറക്റ്റ്. അത് കറക്റ്റ് ആണ്. അതിന്റെ ഞാൻ ശ്ലോകത്തിന്റെ റെഫറൻസും പറഞ്ഞു എവിടുന്നാണ് അത് ഇപ്പൊ മൃഗത്തിനെ കൊല്ലുന്ന മാത്രമായിട്ടുള്ള റെഫറൻസ് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ. ഒരു നിത്യവും മൃഗത്തിനെ ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ എന്നാണ് പറയുന്നത്. അതെ രാമായണത്തിൽ കർത്താവ് രത്നാകരൻ. കർത്താവ് മാത്രമല്ല മാതാജി, ഞാൻ ആ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ ഉം. നമ്മളുടെ അങ്ങനെ അത് ഇപ്പം രാമായണത്തിൽ അത് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ കർത്താവിനെ മാത്രമേ നമ്മള് ചിന്തിക്കത്തുള്ളൂ. ഇതിനെ മൃഗത്തെ കൊന്നത് ഞാനല്ലല്ലോ, അവിടുത്തെ ആളാണല്ലോ, ഞാൻ പോയി വാങ്ങിയല്ലേ ഉള്ളു, അല്ല ഞാൻ പോയിട്ട് കുക്ക് ചെയ്ത് കൊടുത്തല്ലേ ഉള്ളു എന്ന് നമ്മൾ ചിന്തിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഇതാര് സമ്മതിക്കുന്നു ഇതിനെ കൊല്ലാനായിട്ട്? ഇപ്പൊ ആ കട നടത്തുന്ന ആള്, ഇതിനൊരു ജോലിക്കാരൻ കാണും അല്ലെ, ഈ ജോലിക്കാരനായിരിക്കും കൊല്ലുന്നത്. ഈ നടത്തുന്ന ആള് വാങ്ങിക്കൊണ്ട് വന്നിട്ട് സമ്മതിച്ചിട്ടാണ് ഈ കൊല്ലുന്നത്. അപ്പോൾ സമ്മതിക്കുന്ന ആള്, വിൽക്കുന്ന ആള്, വാങ്ങുന്ന ആള്, കൊല്ലുന്ന ആള്, അതിനെ പാചകം ചെയ്യുവോ എന്തെങ്കിലും ചെയ്യുന്ന ആള്, അത് വിളമ്പിക്കൊടുക്കുന്ന ആള്, അത് കഴിക്കുന്ന ആള്, എല്ലാവർക്കും തുല്യഫലമാണ്. അല്ല, ഇത് അത് നമ്മൾ മനസ്സിലാക്കണം. നോക്കി നിൽക്കുന്ന ആളിനും ഉണ്ടെന്ന് പറയുന്നു. നോക്കി നിൽക്കുന്ന ആളിന് ഉണ്ടോന്ന് മനുസംഹിതയിൽ പറഞ്ഞിട്ടില്ല മാതാജി. ഞാനിപ്പോ ശ്ലോകം പറഞ്ഞല്ലോ, ഇതിൽ നോക്കി നിൽക്കുന്ന ആളിന് പറഞ്ഞിട്ടില്ല. അല്ലാതെ കാണും. നോക്കി നിൽക്കുന്ന ആള് ഇതിന്റെ ഉടമസ്ഥനോ അതിന് സമ്മതിക്കുന്ന ആളോ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ട് ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫലം വരും. പക്ഷെ ആ ഫലത്തിന് വ്യത്യാസമുണ്ട്. ഇത് ഇത്രയും പറഞ്ഞ ആൾക്കാർക്ക് കൊല്ലുന്നതിന്റെ ഫലമാണ്. നോക്കി നിൽക്കുന്ന ആളിന് മാതാജി പറഞ്ഞു, ജാനകി മാതാജി പറഞ്ഞു കറക്റ്റാണ്, ഫലം വരും, പക്ഷെ വേറൊരു രീതിയിലുള്ള ഫലമായിരിക്കും, കൊല്ലുന്നതിന്റെ ഫലമായിരിക്കും. അത്രയും കാണത്തില്ല, എന്തെങ്കിലും കിട്ടും. വരും ഒരു ഉറപ്പായിട്ട് വരും. ആസ്വദിക്കല്ലേ. ഇപ്പൊ നമുക്ക് അത് നോക്കി നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലുന്നത് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ആസ്വാദനമാണ്. പക്ഷെ നമ്മൾ സാധാരണ നമ്മൾ കൊല്ലുന്ന കാണില്ല, നമ്മൾ അയ്യോ എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോവും അല്ലേ. എന്താണ് നമുക്ക് ആ മനസ്സിലാ വേദന, അയ്യോ എന്താണ് അവർ ചെയ്യുന്നത്, ഇത് ദോഷമാണ്. പക്ഷെ കാണാൻ പോയി നിൽക്കുന്ന ആളിന് ഫലമുണ്ട്, പക്ഷെ ഇല്ലുന്നതിന്റെ ഫലമില്ല. ആ ഫലം മനുസംഹിത പറഞ്ഞിട്ടില്ല. അത് സത്യമാണ് പ്രഭു. മാത്രം മുമ്പൊക്കെ നമ്മള് വാങ്ങാൻ പോകുമ്പോ ഇപ്പൊ കോഴിക്കടയിലും കൂടി ആ കോഴിയുടെ നിലവിളി കേട്ടാൽ നമുക്കത് സഹിക്കാൻ സാധിക്കില്ല. നമുക്ക് ആ ഭാഗത്തുനിന്ന് മാറി പോവാൻ തോന്നും സത്യമായിട്ടും. കറക്റ്റ് മാതാജി ഇപ്പം പറഞ്ഞത് വളരെ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. പണ്ടൊന്നും നമ്മളത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ലായിരുന്നല്ലേ, നമ്മൾ പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് വരും. പക്ഷെ ഇപ്പം കോഴിക്കടയിലൊക്കെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തുകൊണ്ട് വിഷമം വരുന്നു? മാതാജിയുടെ ഹൃദയം ശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് നാമജപത്തിൽ കൂടെ. അപ്പൊ ജ്ഞാനവും വൈരാഗ്യവും ഇതെല്ലാം വരികയാണ്. ജ്ഞാനം എന്താണ്? ഇത് ചെയ്യുന്ന തെറ്റാണ്, ഇത് അറിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അറിവ് വരുമ്പം നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രവണത നമുക്കുണ്ടാവും. അത് കാണുമ്പം തന്നെ നമുക്ക് അതിനോട് വെറുപ്പ് തോന്നും. പിന്നെ പതുക്കെ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ നല്ല ക്വാളിറ്റീസും, എല്ലാ നല്ല സ്വഭാവങ്ങളും വരാൻ തുടങ്ങും. ദയ വരും, ദേഷ്യം വരാതിരിക്കും, സമാധാനം ഫീൽ ചെയ്യും. ഈ ദയ കൂടുമ്പോഴാണ്
മാതാജിയുടെ ഹൃദയത്തിൽ ദയ ഉള്ളതുകൊണ്ടിട്ടാണ് മാതാജിക്ക് കോഴി കരയുമ്പോൾ വിഷമം തോന്നുന്നത്. അതെ, സത്യം അല്ലെ? വിഷമം അതെ, തോന്നാറുണ്ട്. അത് ഭക്തിയിൽ കൂടെ. ഈ ഭക്തി നാമജപം, നാമജപം എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ ഒരു പ്രധാന ഘടകമാണ് പ്രാർത്ഥന. അത് നോക്കിക്കഴിഞ്ഞാല് ക്രിസ്ത്യ മതക്കാരായാലും ഇസ്ലാം ആയാലും ഹിന്ദു ആണെങ്കിലും മറ്റുള്ള പല മതസ്ഥരുടെയും അവരുടെ എല്ലാം അടിസ്ഥാനം പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ, ഇപ്പൊ യേശു ക്രിസ്തുവിനെ ആണെങ്കിലും അള്ളാഹുവിനെ ആണെങ്കിലും അവര് പ്രകീർത്തിക്കുകയാണല്ലേ നാമത്തിൽ കൂടെ പറയുന്നത്, അല്ലേ? ഇപ്പൊ നമ്മള് ഭഗവാന്റെ 108 നാമമുണ്ട്. ശ്രീകൃഷ്ണ അഷ്ടോത്തര നാമാവലി അമ്പലപ്പുഴയിലോ ഒക്കെ പോയി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഓരോരോ ഭഗവാന്റെ നാമങ്ങള് ഇങ്ങനെ പറയുകയാണല്ലേ? ഭഗവാനെ ഇന്നത് 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 അദ്ദേഹത്തിന്റെ നമ്മള് പ്രകീർത്തിക്കുകയാണ്. അതാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ കൂടെ നമ്മൾ ചെയ്യുന്നതും അത് തന്നെ. ഭഗവാനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മളുടെ അദ്ദേഹത്തിന്റെ ആക്കണേ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവകൻ ആണ്. നമ്മളെ ആത്മാവാണ്, ഭഗവാൻ പരമാത്മാവാണ്. ഈ പരമാത്മാവിനെ സേവ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മമാണ്, ആ ധർമ്മത്തിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ കൂടെ നമ്മൾ പറയുന്നത്. അത് പറയും തോറും എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിങ്ങനെ ആ നാമം ഉച്ചരിച്ച് നമ്മുടെ ആത്മാവ് ആ അഴുക്ക് പിടിച്ചിരിക്കുന്ന ആ കവറ്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതെല്ലാം ശുദ്ധമായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ കവറ്, മനസ്സ്, ബുദ്ധി, അഹങ്കാരമാകുന്ന ആ കവറ് പൊളിച്ചിട്ട് ആത്മാവ് പുറത്തു വരും. ആ ആത്മാവ് എവിടുന്നാണ് വന്നത്? അതാണ് ഈ മോക്ഷം എന്ന് ആൾക്കാർ പറയുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്തിന്ന് മോക്ഷം? ഈ മോക്ഷം കാമം, ക്രോധം, ഈ അസൂയ, കുശുമ്പ്, ഇത് അത്യാഗ്രഹം, ഇതിൽ നിന്നിട്ടുള്ള മോചനമാണ് ഈ ലിബറേഷൻ എന്ന് പറയുന്നത്. അതിങ്ങനെ നമ്മളെ ഇങ്ങനെ കവർ ചെയ്തിരിക്കുക. അത് നാമജപത്തിൽ കൂടെ അത് മാറിക്കൊണ്ടിരിക്കും. ആ മാറുന്നതിന്റെ ലക്ഷണമാണ് മാതാജിക്ക് കോഴി കരയുമ്പോഴും അത് കാണുമ്പോഴും വിഷമം തോന്നുന്നത്. പണ്ട് അത് തോന്നില്ല. വളരെ സത്യം. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ചോദ്യം? ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുവിന് ക്ലാസ് എടുക്കുന്ന പ്രഭുവിന് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്ന കാര്യം, ഞാൻ സൂം ഓണാക്കാൻ ചെയ്യാൻ ഞാനിവിടെ കാണില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായി. ഇന്ന് എനിക്കൊരു സൈറ്റിൽ പോകണ്ടായിരുന്നു. കൺസൾട്ടൻ്റുമായിട്ടൊരു സൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈറ്റ് വർക്കിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു റാമ്പ് ഉണ്ടിങ്ങനെ. ആ റാമ്പിൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്നവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന മുന്നോട്ട് നടന്നു. അവരൊരു 4-5 മീറ്റർ മുന്നേ ആയിപ്പോയി. പെട്ടെന്ന് ഞാനിങ്ങ് വിചാരിച്ചിരുന്ന ഏകാദശിയല്ലേ, അപ്പം സദാഹരിയൊക്കെ ആയിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഭഗവാൻ ഒരു നാമം പോലും ഓർത്തില്ലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ഞാനിങ്ങനെ നാമം ഇങ്ങനെ ഓർക്കാനായിട്ട് ഇങ്ങനെ വിചാരിക്കുകയും ആ സമയത്ത് എൻ്റെ കാല് സ്ലിപ്പായി. കാലൊരു ട്രെഞ്ചിൻ്റെ ഉള്ളിലേക്ക് കാല് പോയി. എന്നിട്ട് ഈ സിനിമയിലൊക്കെ ആൾക്കാരിങ്ങനെ ഫ്ലൈ ചെയ്ത് പോകുന്നില്ലേ, അതേപോലെ ഒരു നാടകീയമായ ഒരു രംഗം അവിടെ നടന്നു. കണ്ടു നിന്നവരൊക്കെ എങ്ങനെയാ സംഭവിച്ചതെന്ന് പോലും അറിയില്ല. ഞാനിങ്ങനെ ഒരു 3-4 സ്റ്റെപ്പ് മാറി 4-5 മീറ്റർ മുന്നേ നിൽക്കുന്ന എൻ്റെ കൂടെ വന്ന എൻ്റെ കൊളീഗാണ്. ആ പുള്ളിയുടെ 2 തോളിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു. കാര്യം അടിച്ച് തല്ലി ആ താഴേക്ക് വീഴുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മിച്ചം കാണില്ല. അപ്പം ആ ഒരു അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ കാലൊന്നും മടിഞ്ഞതല്ലാതെ വേറെ കൂടുതലൊന്നും പറ്റിയില്ല. ഇദ്ദേഹത്തിൻ്റെ തോളിൽ പിടിച്ച് അദ്ദേഹം എന്താ സംഭവിച്ചതെന്ന് അറിയാതെ എന്തോ ഒരു വലിയ സാധനം വന്ന് ദേഹത്ത് വീണ പോലെ എന്നെ താങ്ങി ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് എൻ്റെ ശരീരം മുഴുവൻ താങ്ങി വീഴാതെ ഇങ്ങനെ തിരിഞ്ഞു. അവരറിയാതെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച. അപ്പോൾ കണ്ടു നിന്നവരൊക്കെ തന്നെ എന്താണ് പറയുക, ഞാൻ ഈവൻ പോകുന്ന ഒരു സ്റ്റേജിലേക്ക് വരെ മിച്ചം കിട്ടില്ല. ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം വളരെ തുച്ഛമായിട്ട് പെട്ടെന്ന് എനിക്ക് ആ ഒരു ഓർമ്മ കൊണ്ടുപോയി തന്നു. അപ്പം ഞാനിങ്ങനെ നാമം ഇങ്ങനെ ജപിക്കാമെന്ന് വിചാരിച്ച ഭഗവാന്റെ നാമം ഏകാദശി അല്ലേ എന്ന് ഇങ്ങനെ വിചാരിക്കുന്ന സമയത്താണ് ഇതെങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് അങ്ങനെ ഒരു പരിക്കുമില്ലാതെ വളരെ ഇതായിട്ട് ഭഗവാൻ എന്നെ രക്ഷപ്പെടുത്തി. ചെറിയ കാലും അടിഞ്ഞ് കാലിനൊരു ചെറിയ വേദനയേ ഉള്ളൂ. വേറെ ഒന്നും സംഭവിച്ചില്ല. അത് ഭയങ്കര അതിശയമായിട്ട് അത്
അത് വലിയൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ്. പക്ഷെ പ്രഭു പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി ഭക്തരിൽ നിന്നിട്ട് ഇതും നമുക്കൊരു പാഠമാണ്. ഒത്തിരി ഭക്തരിൽ നിന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് വലിയ വലിയ അപകടങ്ങളിൽ നിന്നിട്ട് വലിയ വലിയ ഇപ്പം പലർക്കും പല രീതിയിലുള്ള ക്യാൻസർ അത് ഇതൊക്കെ വന്നിട്ട് ആ അപകടാവസ്ഥ തരണം ചെയ്ത് പുറത്തു വരുന്നതും അതുപോലെ തന്നെ വലിയ വലിയ അപകടങ്ങൾ വരാണ്ടിരിക്കുന്നതിന് ചെറുതാക്കി തരുന്നത് ഇതെല്ലാം ഭക്തിയുടെ ഒരു ഭാഗമാണ് പ്രഭു. നമ്മൾ ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾ അനുഭവിക്കാനായിട്ട്. പക്ഷെ ആ കർമ്മങ്ങളുടെ കാഠിന്യം ഭഗവാൻ 101% ഭക്തർക്ക് കുറച്ചു കൊടുക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഒത്തിരി തോന്നണമെങ്കിൽ ഒരു ആൾക്കാർക്ക് കാര്യമില്ല. വലിയ കാര്യം വലിയ നല്ല അനുഭവങ്ങൾ. വെയില്, നല്ല വെയില്, ഹ്യൂമിഡിറ്റി, നമ്മളെ ഈ ഓഫീസിലെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ഓർക്കാനായിട്ട് സാധ്യതയുള്ളതല്ല. ജോലി തിരക്കിനിടയ്ക്ക് ഭഗവാനോ നാമോ അതൊന്നും വരില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഒരു ഓർമ്മ എനിക്ക് എങ്ങനെയോ കൊണ്ടേ തന്നു. അപ്പൊ ഞാൻ ഇന്ന നാമം ജപിച്ചേക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് ഇത് ഇങ്ങനെ സംഭവിക്കുകയും കൂടെ ചെയ്തു. എന്നിട്ട് ഒന്നും ഒരു പരിക്ക് പറ്റാതെ, ഒരു കുറല് പോലും ഏക്കാതെ, ഒരു പരിക്കും ഇല്ലാതെ താഴെ വീണ് കഴിഞ്ഞാൽ തീർന്നു. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ രീതിയില്ല. അസ്ഥിയെല്ലാം കൂടെ പലതായിട്ട് പെറുക്കിയെടുക്കേണ്ടി വന്നേനെ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തേക്ക് വീണ് തോളയിലേക്ക് 2 കൈയും പിടിച്ച് ഞാനിങ്ങനെ തൂങ്ങി നിന്നപ്പോൾ ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞ പേടി ഞെട്ടിപ്പോയി. അപ്രതീക്ഷിതമായ ഒരാൾ വന്ന് വീഴുക എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ പറ്റുമോ? അത് ഞാൻ സിനിമയിലൊക്കെ കാണുന്ന പറന്ന് ചെല്ലുന്ന മാതിരിയാണ് ചെന്നത്. എന്തോ ചിറകുകളൊക്കെ കയ്യിൽ വെച്ച പോലെ ഒരു അനുഭവമായിരുന്നു പ്രഭു. അങ്ങനെ എനിക്കറിയില്ല എന്നത്. മഹാമന്ത്രം, ഹരകൃഷ്ണ മഹാമന്ത്രം അത്രയും നമുക്കൊരു കവചമാണ് പ്രഭുജി. ഭയങ്കര ഒരു കവചമാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. അതെ, അതുകൊണ്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇന്നാണ് എല്ലാവരും എനിക്ക് മനസ്സിലായത് പ്രഭു. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഹരേ കൃഷ്ണ. അത് എനിക്കതിൽ വലിയൊരു അതിശയം തോന്നുന്നില്ല. കാരണം പ്രഭു നല്ലൊരു ഭക്തനാണ്. ഭഗവാൻ പ്രഭുവിനെ പ്രൊട്ടക്ട് ചെയ്യും എപ്പോഴും. പല അനുഭവങ്ങളും പ്രഭുവിന് വന്നിട്ടുണ്ട്. പ്രഭു അതൊരു പക്ഷെ ഒന്നും റിയലൈസ് ചെയ്ത് കാണത്തില്ല. ഇപ്പോഴായിരിക്കും റിയലൈസ് ചെയ്തിരിക്കുന്നത് ഇതൊരു മേജർ സംഭവം ആയതുകൊണ്ടിട്ട്. ഒത്തിരി ഒത്തിരി എനിക്ക് ഭക്തർക്ക് പ്രാക്ടിക്കൽ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ സംഭവങ്ങളുണ്ട്. ഇപ്പോഴാണ് എനിക്ക് തോന്നിയത്, മനസ്സിലായത്. ചിലപ്പോൾ ഉണ്ടായി, എപ്പോഴും കൃഷ്ണാനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമായിരിക്കും, നമ്മൾക്ക് അത് അറിയുന്നില്ല. അല്ലല്ലേ, അവൻ ഏത് ഓരോ സമയം നമ്മളെ ഓരോ പ്രൊട്ടക്ട് മൊമെന്റില് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നില്ല, ഓരോ തിരിച്ചറിയുന്നില്ല, നിമിഷം നമ്മളൊരു താങ്ക്സ് നമ്മൾ പോലും തിരിച്ചറിയുന്നില്ല. കൊടുക്കില്ല. അത് പക്ഷെ ആപ്ലിക്കേഷൻ നമ്മുടെ ഈ സോള് ആണ്, നമ്മൾ ആത്മാവല്ല, നമ്മുടെ ശരീരമല്ല എന്നുള്ള ആപ്ലിക്കേഷൻ വരും തോറും റിയലൈസേഷൻ ഒത്തിരി ഒത്തിരി കൂടി കൂടി വരും. അതല്ലേ രവിഗൗരംഗ പ്രഭു എപ്പോഴും റിയലൈസേഷൻ എന്ന് പറയുന്നത്. എന്തായാലും ഭഗവാന് നന്ദി പറയുന്ന പ്രഭുവിന് ഒരു കുഴപ്പമില്ലാതെ പ്രഭു തിരിച്ച് ഒന്നും പറ്റില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. ഒത്തിരി സന്തോഷം പ്രഭുജി. വേറെ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ജാനകി മാതാജി സന്തോഷം. രാധിക മാതാജി സന്തോഷം. ഹരേ കൃഷ്ണ. പ്രഭാകര പ്രഭു, ഹരേ കൃഷ്ണ പ്രഭു. ഒത്തിരി നാളിന് ശേഷം പ്രഭുവിനെ കാണുന്നത്. സുഖമായിരിക്കുന്നു പ്രഭു? സുഖായിരിക്കണു പ്രഭു. വീട്ടിലെല്ലാരും ഡ്യൂട്ടിയിലാണ്, ഇതപ്പോ സുഖമായിരിക്കുന്നല്ലോ? വന്നുള്ളൂ, റൂമിലെത്തിയുള്ളൂ. ഡ്യൂട്ടിയിലാണ്. ആണ്. സുഖമായിരിക്കുന്നല്ലോ പ്രഭുജി അല്ലേ? ആ, സുഖായിരിക്കണം പ്രഭു. പ്രഭു ശരി സുഖല്ലേ? പ്രഭു. എല്ലാവരും മാതാജിയൊക്കെ സുഖായിരിക്കണം. എല്ലാരും സുഖമായിരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക താങ്ക്സ് മാതാജി. പ്രഭു. ഹരേ ഇന്ന് കൃഷ്ണ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ശബ്ദമില്ലാത്ത സമയത്ത് നിന്ന് പ്രഭു വന്ന് ക്ലാസ് എടുത്തിട്ട് സഹായിച്ചതിൽ അത് ഒരുപാട് കൃപ ഭഗവാന്റെ ഇതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭുവിനും കുടുംബത്തിനും എല്ലാവർക്കും താങ്ക് യു പ്രഭുജി. പത്മമാതാജിക്കും രാജമാതാജിക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ. വാഞ്ചകൽപതരൂപശ്ച കൃപാസത്യഭ്യേന പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവൃന്ദ കീ ജയ്. ശ്രീല പ്രഭുപാദ് കീ ജയ്. ശ്രീല ഗുരുദേവ് കീ ജയ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ കാണാം തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ